നമസ്കാരം. പൊട്ടക്കണ്ണനാണേ. നമ്മളുടെ മുഖ്യമന്ത്രി എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് ജാഗ്രത വേണം, അല്ലെ? ഈ ജാഗ്രത ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ ആർക്കാണ് ഉണ്ടാകാറുള്ളത്? ജാഗ്രത നമ്മൾ പഠിക്കുന്നത് കുറ്റിയില്ലാത്ത കക്കൂസിനുള്ളിൽ കയറിയിരിക്കുമ്പോഴാണ്. കുറ്റിയില്ലാത്ത കക്കൂസിൽ കയറിയിരിക്കുന്ന ആളെ കണ്ടാണ്. പണ്ടൊക്കെ ഇതുപോലെ ഇതല്ല, ഇതിനപ്പുറവും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ. അകത്തിരുന്നാലും അവരുടെ ശ്രദ്ധ മുഴുവൻ പുറത്തായിരിക്കും. ഒരു കൈ കൊണ്ട് വാതിൽ തള്ളിപ്പിടിച്ചിട്ടാവും അവർ അവിടെ ഇരിക്കുന്നത്. എന്നാലും രണ്ട് കൈയും ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അവരെന്തു ചെയ്യും? അതുകൊണ്ടാണ് ജാഗ്രത അവരെ കണ്ടു പഠിക്കണം എന്ന് പറയുന്നത്. പുറത്ത് ആരുടെയെങ്കിലും അനക്കം കേട്ടാൽ അവർ തുടങ്ങും. ഇല്ലെങ്കിൽ ആർക്കറിയാം, ഈ വരുന്ന വ്യക്തി കതക് തള്ളി തുറന്ന് അകത്ത് കയറിയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുപോലെ ജാഗ്രത പഠിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മളുടെ KSRTC ബസ്. ഈ ബസ്സിൽ കയറുന്ന വ്യക്തി 20 രൂപയുടെ ടിക്കറ്റിന് വേണ്ടി 200 രൂപ കൊടുത്ത് കഴിയുകയാണെങ്കിൽ കണ്ടക്ടർ ചിലപ്പോൾ തിരക്കൊക്കെ ആണെങ്കിൽ ആ ടിക്കറ്റിന്റെ പുറകിൽ എഴുതി കൊടുക്കും 180 രൂപ ബാക്കി. ഈ 180 രൂപയുടെ ടിക്കറ്റും വെച്ചുകൊണ്ട് ഇരിക്കുന്ന വ്യക്തി അയാളുടെ ശ്രദ്ധ മുഴുവൻ കണ്ടക്ടറിലായിരിക്കും. സ്റ്റോപ്പുകൾ വരുന്നു, ആളിറങ്ങുന്നു, പക്ഷെ പുള്ളി നോക്കുന്നത് മുഴുവൻ ഈ ആളുകളുടെ കൂടെ കണ്ടക്ടർ ഇറങ്ങിപ്പോയാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ്, ഇങ്ങനെയാണ് നമ്മൾ ജാഗ്രത പഠിക്കേണ്ടത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. പൊട്ടക്കണ്ണനാണേ.